നമ്മൾ രണ്ട് പുതിയ പ്രോഗ്രാമാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഇനീഷ്യൽസ് വിത്ത് സർനെയിം, സെക്കൻഡ് വൺ പിക് ലാറ്റിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രോഗ്രാം പഠിച്ചായിരുന്നു. എല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഈസി ആയിരുന്നില്ലേ? യൂസ്ഫുൾ അല്ലേ പ്രോഗ്രാംസ്? ഇന്ന് പഠിക്കാൻ പോണ പ്രോഗ്രാം ഒരു ഫുൾ നെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഇനീഷ്യൽസ് വിത്ത് സർനെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ MK ഗാന്ധി എന്ന് കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കണം. ഓക്കെ, നമ്മളുടെ പേരുകൾ നമ്മളെപ്പോഴും ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആണിത് അല്ലേ? നമ്മൾ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കും, നമ്മൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനീഷ്യൽസ് വിത്ത് സർനെയിമിലേക്ക് കൺവേർട്ട് ആയിട്ട് വരും. ഓക്കെ, അതെങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എങ്ങനെ ഒരു പ്രോഗ്രാം യൂസ് ചെയ്ത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എങ്ങനെയാണ് അത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ എങ്ങനെ വേർഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഓരോ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് നമ്മൾ എടുക്കുന്നത് ഇനീഷ്യൽസ് ആയിട്ട് അല്ലേ? വേർഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു എങ്ങനെയാണ് അതിൻ്റെ ഹിൻറ്റ് എന്ന് പറയുന്നത്, ഓരോ വേർഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ സെൻറ്റൻസിലും സെൻറ്റൻസിൽ സ്പേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേർഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വേർഡിന് മുമ്പ് സ്പേസ് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ സെൻറ്റൻസിൽ ഇൻപുട്ടായിട്ട് കിട്ടുന്ന സെൻറ്റൻസിൽ ഫസ്റ്റ് തന്നെ ഒരു സ്പേസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോ സ്പേസും കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ലെറ്ററിനെ നമ്മൾ എടുക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോണേ ഈ പ്രോഗ്രാമിൽ. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യാൻ പോണേ. എങ്ങനെയാണ് സ്പേസ് എടുക്കണേ, എങ്ങനെയാണ് ഓരോ ക്യാരക്ടർ എക്സ്ട്രാക്ട് ചെയ്യണത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വേർഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ലാസ്റ്റ് വേർഡ് കട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ട് പഠിക്കുക. അതിനുള്ള ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് കണ്ടുപിടിക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ ലാസ്റ്റ് സ്പേസ് കഴിഞ്ഞിട്ടുള്ള വേർഡ് കട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഈ പ്രോഗ്രാമിലേക്ക് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഫംഗ്ഷൻസ് ഒക്കെ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം ഇനീഷ്യൽസ് വിത്ത് സർനെയിം. ഓക്കെ, അത് പ്രോഗ്രാമിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കാം. ഈ സെക്കൻഡ് വൺ പിക് ലാറ്റിൻ. പിക് ലാറ്റിൻ എന്ന് പറഞ്ഞാൽ എൻക്രിപ്റ്റഡ് ലാംഗ്വേജ് ആണ്. എന്തിനാ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ലാംഗ്വേജിനെ വേറൊരു കോഡ് ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം വേറെ ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മളുടെ മൊബൈലൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളത് നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ എപ്പോഴും എൻക്രിപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അത് പല ടൈപ്പ് എൻക്രിപ്റ്റഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിലിപ്പോൾ നമ്മൾ ഒരെണ്ണം പഠിക്കുന്നത് പിക് ലാറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ലാംഗ്വേജ് ആണ്. അപ്പം കോഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിന് വേറെ കുറച്ച് ഫോമാറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ വേറെ ഫോമിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എൻക്രിപ്റ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിക് ലാറ്റിൻ എന്ന് പറഞ്ഞ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക് ലാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മളൊരു വേർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വവൽ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഫസ്റ്റ് വവൽ തുടങ്ങി ലാസ്റ്റ് വരെയുള്ളത് കട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ആ വവലിന് തൊട്ട് മുമ്പുള്ള പോർഷൻ ആ ലാസ്റ്റ് പോർഷൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പ്ലസ് AY എന്നും കൂടി കൊടുക്കും. അപ്പോൾ നമ്മളത് പിക് ലാറ്റിൻ ഫോമിലേക്ക് കൺവേർട്ട് ആയി. അപ്പോൾ എൻ്റെ പേര് സിജ ആണ്. അപ്പോൾ സിജ SIJA. അതിൽ ഫസ്റ്റ് വവൽ എന്ന് പറയുന്നത് I ആണ്. IJA. അതിൻ്റെ +S +AY. അപ്പോൾ അത് പിക് ലാറ്റിനായി. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ട്രബിൾ എന്നാണ്. ട്രബിളിൽ നമ്മൾ ഫസ്റ്റ് വവൽ എന്ന് പറഞ്ഞാൽ O ആണ്. അപ്പം OUBLE. അതിന് +TR +AY. അപ്പോൾ അത് പിക് ലാറ്റിനായി. അപ്പോൾ ഈ പിക് ലാറ്റിൻ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോൾ, ഈ പ്രോഗ്രാം പഠിക്കുമ്പോൾ ഇനി ഏതൊരു ഫോമാറ്റ് കിട്ടിയാലും അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, കോഡ് ലാംഗ്വേജിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് എന്തൊക്കെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഇത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ബോർഡ് എക്സാമിന് വന്ന ICC ബോർഡ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, രണ്ട് പ്രോഗ്രാമും ചെയ്തു തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. Start with our new question. Write a program to accept a name and display the initials along with the surname. നമുക്കൊരു ഫുൾ നെയിം കിട്ടുകയാണെങ്കിൽ അതിന് ഇനീഷ്യൽസ് വിത്ത് സർനെയിം ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സാമ്പിൾ ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഒരു ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഔട്ട്പുട്ട് MK ഗാന്ധി. ഈ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് കൊടുക്കണം റിസൾട്ട് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇനീഷ്യൽസ് കട്ട് ചെയ്യണം. ഫസ്റ്റ് വേർഡ്സിൻ്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ കട്ട് ചെയ്തിട്ട് ഡോട്ട് ക്യാരക്ടർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേർഡും കൂടി വിത്ത് സർനെയിം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ബഫർ എഡിറ്റർ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോണത്. ബഫർ എഡിറ്ററിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ IO പാക്കേജ് ആണ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇമ്പോർട്ട് java.io.start. ക്ലാസിന്റെ പേര് സർനെയിം.
നമ്മളൊരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പബ്ലിക് വോയിഡ് മെയിൻ ത്രോസ് IO എക്സെപ്ഷൻ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കാനർ ക്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കാനർ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ UTIL പാക്കേജ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ സ്കാനർ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ബഫർ റീഡർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബഫർ റീഡർ BR is equal to new buffer reader new input stream reader system.in. സ്കാനർ ക്ലാസ് ആണെങ്കിൽ സ്കാനർ is equal to new scanner system.in. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏതാണ് സ്യൂട്ടബിൾ ആയി തോന്നുന്നത് അത് ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിലും പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഫങ്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോ ഇൻഡെക്സ് നമ്പർ സഹിതം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഇവിടെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് തന്നെ ഡിക്ലെയർ ചെയ്തു. നമുക്ക് ലാസ്റ്റ് വേർഡ് സ്റ്റോർ ചെയ്യാൻ SN കൊടുത്തു. പിന്നെ ഇൻഡെക്സ് നമ്പറും ക്യാരക്ടറും ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഡിക്ലെയർ ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് റീഡ് ചെയ്തെടുത്തു. വാല്യൂ റീഡ് ചെയ്തെടുത്തു. അതായത് എൻ്റർ ദ ഫുൾ നെയിം എന്ന് കൊടുത്തിട്ട് റീഡ് ലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂസറുടെ കയ്യിൽ നിന്ന് റീഡ് ചെയ്ത് എസിലേക്ക് സ്റ്റോർ ചെയ്തു. നമുക്ക് ഞാൻ പറഞ്ഞു സ്പേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യണതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ സ്പേസും ചെക്ക് ചെയ്തിട്ട് അതിന്റെ നെക്സ്റ്റ് ലെറ്റർ ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എടുക്കുന്നത് കട്ട് ചെയ്യാനായിട്ട് ഇനീഷ്യലായിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു സ്പേസ് ആവശ്യമുണ്ട്. നമ്മളൊരു സ്പേസ് ആഡ് ചെയ്ത് കൊടുത്തതാണ് S സ്പേസ് പ്ലസ് S. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു എക്സ്ട്രാ സ്പേസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ലാസ്റ്റ് സ്പേസ് കണ്ടുപിടിക്കാൻ പോകണം. ലാസ്റ്റ് സ്പേസ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് സ്പേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്പേസ് P എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ SN എന്ന് പറഞ്ഞ സ്ട്രിങ് എങ്ങനെയാണ് എടുക്കുന്നത്? SNലേക്ക് സബ്സ്ട്രിങ് ഓഫ് P എന്ന് പറഞ്ഞു. സബ്സ്ട്രിങ് ഓഫ് P എന്ന് പറയുമ്പോൾ Pയുടെ വാല്യൂ ലാസ്റ്റ് സ്പേസ് 20 ഇൻഡെക്സ് നമ്പർ അവിടെ കിട്ടും. അപ്പൊ 20 തുടങ്ങി ലാസ്റ്റ് വരെ വെറുതെ 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20 തുടങ്ങി ലാസ്റ്റ് വരെ അത് കട്ട് ചെയ്തിട്ട് SNലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. SN അവിടെ സ്റ്റോർ ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബാക്കിയുള്ള ഭാഗം. അപ്പൊ ഗാന്ധി എന്നുള്ള നമ്മൾ ലാസ്റ്റ് വേർഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് M എന്നുള്ളത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അതുകൊണ്ടാണ് ഐയുടെ A is equal to 0 I less than P എന്ന് പറയുന്നത് അവിടെ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് സ്പേസിന്റെ തൊട്ടും വരെയുള്ള പോർഷനാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിലുള്ള ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്ററുകൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്ത ലെറ്റർ ആണ് എടുക്കാൻ. നമുക്കറിയാം ഓരോ വേർഡിനെ സെപ്പറേറ്റ് ചെയ്യണത് സ്പേസുകളാണ്. അപ്പൊ സ്പേസ് എടുത്തിട്ട് അതിന്റെ തൊട്ടടുത്ത വേർഡ് എടുക്കും. അതാണ് ചെയ്യാൻ പോണത്. അപ്പൊ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ 0th ഇൻഡെക്സ് തുടങ്ങി P വരെ ചെക്ക് ചെയ്യും, ലാസ്റ്റ് സ്പേസ് വരെ. അപ്പം ഫസ്റ്റ് നമ്മൾക്ക് കിട്ടും 0th ഇൻഡെക്സിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാരക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാണ് ക്യാരക്ടർ. അപ്പൊ 0യിൽ നമുക്കൊരു സ്പേസ് ആണ് കിടക്കുന്നത്. അപ്പം സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്പേസ് ആണെങ്കിൽ അടുത്ത ക്യാരക്ടർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്പേസ് അല്ലാത്തതിലൊക്കെ അത് ട്രൂ എന്ന് ആൻസർ കിട്ടിയാൽ മാത്രം അത് അവിടെ നെക്സ്റ്റ് ഇതിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ അതെടുത്തിട്ട് അടുത്ത ക്യാരക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ ഫോർ ലൂപ്പ് കൊടുത്തേക്കണേ. അപ്പം കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ S1 എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് നോക്കി അറിയാൻ പറ്റും 0th ഇൻഡെക്സിൽ ഒരു സ്പേസ് ആയിരുന്നു കിടന്നിരുന്നത്. അത് നെക്സ്റ്റ് ക്യാരക്ടർ M അത് കട്ട് ചെയ്തെടുത്തു. I+1 അതായത് 0 ആയിരുന്നപ്പോൾ I0 ആയിരുന്നപ്പോൾ 1 എന്ന് പറഞ്ഞ പൊസിഷനിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് 0+1 1. അത് S1ലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഓരോ പ്രാവശ്യം ഇതുപോലെ ചെക്ക് ചെയ്ത് സ്പേസ് കിട്ടുന്ന സ്ഥലത്ത് വന്നിട്ട് അത് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് I+1 കട്ട് ചെയ്ത് ഇതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് M ഡോട്ട് ഒരു ഡോട്ട് കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പ്ലസ്. അപ്പൊ M കഴിഞ്ഞിട്ട് ഡോട്ട്, ദെൻ അടുത്ത സ്പേസ് കഴിഞ്ഞിട്ടുള്ള ക്യാരക്ടർ വന്നത് K ആണ്. അപ്പം ഡോട്ട് K കഴിഞ്ഞിട്ട് ഡോട്ട് ഇടും. ഇനിയും വേർഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പേസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലെറ്റർ എടുക്കും, എന്നിട്ട് അവിടെ ഡോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്, എത്ര വേർഡ് ഉണ്ട് അതിന്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ കട്ട് ചെയ്ത് ഡോട്ട് ഓപ്പറേറ്ററും ആഡ് ചെയ്തിട്ട് അത് S1ലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് S1ൽ ഫസ്റ്റ് എല്ലാ ഇനീഷ്യൽസും സ്റ്റോർ ആയി. SNൽ ലാസ്റ്റ് വേർഡും സ്റ്റോർ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഡ് ചെയ്താൽ മതി. S2ലേക്ക് നമ്മൾ S1 + SN എന്ന് കൊടുക്കാം. അപ്പൊ S1ൽ M.K. കിട്ടിയിട്ടുണ്ട്. SNൽ ഗാന്ധി. ഇത് ജോയിൻ ചെയ്യുമ്പോൾ MK ഗാന്ധി എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇനീഷ്യൽ വിത്ത് സർനെയിം എന്നൊരു മെസ്സേജ് കൊടുത്തിട്ട് അവിടെ നമ്മൾ S2 പ്രിന്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഈ വേർഡും വിത്ത് ഇനീഷ്യൽസ് വിത്ത് സർനെയിം പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, എപ്പോഴും വേർഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പേസ് കഴിഞ്ഞിട്ടുള്ളതാണ് എടുക്കേണ്ടത്. സ്പേസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നത് എപ്പോഴും വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും. അപ്പൊ വേർഡ് ആണോ എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ സ്പേസസ് ആണ് ചെക്ക് ചെയ്യാറ്. സ്പേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേർഡ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാറ്. ആ ഒരു കാര്യം മനസ്സിലോർത്താൽ മതി. അപ്പം ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സർനെയിം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ആണ്. ലെങ്തി ആണ്, എന്നാലും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഒന്നും കൂടി നോക്കുക. ഇനി ഇതിൻ്റെ പ്രോഗ്രാം കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവാത്തവർ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ശരിക്കും മനസ്സിലാവും. പൊസിഷൻ നമ്പർ കറക്റ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്ന പ്രോഗ്രാമാണ്. അപ്പം ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ എഴുതി പഠിക്കുക, ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഫങ്ഷൻസ് ഇനി അറിയാത്തവർ മുന്നുള്ള വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, let's start our new question. Pig Latin string program number 6. What is our question? Write a program in Java to accept a word and display the same in Pig Latin form. നമുക്ക് കിട്ടിയിരിക്കുന്ന വേർഡിനെ Pig Latin ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി എന്താണ് Pig Latin ഫോം എന്ന് ക്വസ്റ്റ്യനിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്, ട്രബിൾ എന്നാണ് തന്നേക്കണേ. ട്രബിൾ എന്നുള്ള വേർഡിൽ നമ്മൾ എങ്ങനെയാണ് Pig Latin ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് ദ ഫസ്റ്റ് വവൽ. വവൽ കണ്ടുപിടിക്കുക, അവിടെ തുടങ്ങി ലാസ്റ്റ് വരെയും കട്ട് ചെയ്യുക. ഇനി വവലിന് തൊട്ട് മുമ്പുള്ള പോർഷൻ, അതായത് TR എന്നുള്ളത് ആഡ് ചെയ്യുക. ദെൻ AY കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചേരുമ്പോൾ നമ്മൾ Pig Latin ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫസ്റ്റ് വവൽ ടു ലാസ്റ്റ് പ്ലസ് ഫസ്റ്റ് ക്യാരക്ടർ ടു വവൽ പ്ലസ് AY. ഇത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതൊരു വേർഡിനെ നമുക്ക് Pig Latin ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് Pig Latin ഫോമിലേക്ക് കൺവേർട്ട് ആവണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ കൂടി തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്ന്. നമ്മളിവിടെ 2 സ്ട്രിങ്സ് ആണ് എടുക്കുന്നത്, S2ഉം S1ഉം. S2ൽ നമ്മൾ ഫ്രം ബിഗിനിങ് ടു വവൽ വരെയുള്ള ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യും. S1ൽ വവൽ ടു ലാസ്റ്റ് വരെയുള്ള ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ AY എന്നുള്ള ക്യാരക്ടർ കൂടി ആഡ് ചെയ്യും. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് S1ൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കണം വവൽ ടു ലാസ്റ്റ് പ്ലസ് ബിഗിനിങ് ടു വവൽ പ്ലസ് AY. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം S2 S1 എന്തിനാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. S2 ഫസ്റ്റ് ടു വവൽ, ദെൻ വവൽ ടു ലാസ്റ്റ്, ദെൻ പ്ലസ് AY. അപ്പം നമ്മൾ വവൽ ടു ലാസ്റ്റ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. അത് നമ്മൾ S1ലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് അല്ലേ. പ്ലസ് S2ൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത് ഫ്രം ബിഗിനിങ് ടു വവൽ. ഇനി AY എന്നുള്ള ക്യാരക്ടർ ആഡ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് നോക്കിയാൽ, ഫസ്റ്റ് നമ്മൾ ബഫർ യൂസ് ചെയ്താണ് ഇവിടെ ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഇമ്പോർട്ട് java.io.star, ക്ലാസിന്റെ പേര് Pig Latin. ഇത് നിങ്ങൾക്ക് സ്കാനർ ക്ലാസ് വെച്ച് വേണമെങ്കിലും ചെയ്യാൻ അറിയാവുന്നവർക്ക്. അപ്പം അത് സ്കാനർ ക്ലാസ് വെച്ച് ചെയ്യുമ്പോൾ UTL പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ ബഫർ ആയതുകൊണ്ട് നമ്മൾ IO exception throws IO exception എന്ന് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ കൂടെ പബ്ലിക് void main throws IO exception. ഇനി നമ്മൾ ഒരു ബഫർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം ബഫർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ബഫർ new buffer new input stream system.in. ഇനി അത് സ്കാനർ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ സ്കാനർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ബഫർ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം സ്കാനർ ക്ലാസ് വെച്ച് ചെയ്യണവർ അത് വെച്ച് ചെയ്യാൻ പഠിക്കുക. ഇതിന് മുമ്പുള്ള പ്രോഗ്രാമിൽ ഞാൻ സ്കാനർ ക്ലാസ് വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബഫർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ബഫർ new buffer new input stream system.in. നെക്സ്റ്റ് നമ്മൾ യൂസർക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാണ്, എൻ്റർ ദ വേർഡ് അല്ലേ. അപ്പം വേർഡ് എന്ന് പറയുമ്പോൾ അപ്പം അവർ വേർഡ് എൻ്റർ ചെയ്യും. നമുക്കത് റീഡ് ചെയ്തെടുക്കണം. നമ്മളിവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ റീഡ് ചെയ്യാൻ br.readline എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. TROUBLE ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഇൻഡെക്സ് നമ്പർ സഹിതം എങ്ങനെയാണ് സ്റ്റോർ ആവണേന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള വേരിയബിൾസ് I, LEN, S1, S2, CH. ഐയും LENും ഇൻ്റെ ഡാറ്റ ടൈപ്പ് ആണ്, കാരണം അത് നമ്പർ സ്റ്റോർ ചെയ്യാൻ. LEN ലെങ്ത് സ്റ്റോർ ചെയ്യാൻ. S1ൽ നമ്മൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യും, S2ൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യും, CHൽ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം. ഇനി സാധാരണ ഫംഗ്ഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റും ലാസ്റ്റുള്ള സ്പേസ് കട്ട് ചെയ്യാൻ ട്രിം യൂസ് ചെയ്തു. അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തു ഫുള്ളായിട്ട്. ഏതെങ്കിലും ഒരു കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ലെങ്ത് LEN എന്നുള്ള വേരിയബിളിലേക്ക് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ 3 കാര്യങ്ങളും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക സ്ട്രിംഗ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്യാരക്ടറായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണം. നേരത്തെ തുടങ്ങി നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാരക്ടർ എക്സ്ട്രാക്ഷൻ. നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക 0th ഇൻഡെക്സ് തുടങ്ങി ലാസ്റ്റ് ഇൻഡെക്സ് വരെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ക്യാരക്ടർ എക്സ്ട്രാക്ടിനുള്ള ഫംഗ്ഷന്റെ പേര് ക്യാരറ്റ് എന്നാണ്. ക്യാരറ്റ് I എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് 0th ഇൻഡെക്സിലുള്ള T കിട്ടും, ദെൻ R ഫസ്റ്റ് ഇൻഡെക്സിൽ, പിന്നെ സെക്കൻഡ് ഇൻഡെക്സിലെ O, തേർഡ് ഇൻഡെക്സിലെ U, ഫോർത്ത് ഇൻഡെക്സിലെ B, ഫിഫ്ത്ത് ഇൻഡെക്സിലെ L, സിക്സ് ഇൻഡെക്സിലെ E. Then you will get each character. ഇനി ഓരോ ക്യാരക്ടറും നമ്മൾ CHലേക്കാണ് സ്റ്റോർ ആണ് അല്ലേ. ഓരോ ക്യാരക്ടറും നമ്മൾ ഇനി കമ്പാരിസൺ ചെയ്യാൻ പോവാണ്.
വവ്വലാണോ വവ്വലാണോ നമുക്ക് വവ്വൽ തുടങ്ങിയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്യാരക്ടറും സെക്കൻഡ് ക്യാരക്ടറും വവ്വലല്ല. നമുക്ക് തേർഡ് ക്യാരക്ടറിൽ അതായത് സെക്കൻഡ് 2 എന്നുള്ള പൊസിഷനിലുള്ള ക്യാരക്ടറിലാണ് നമുക്ക് ഓന്ന് കിട്ടുന്നത്. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് എവിടെ വെച്ചിട്ടാണോ കിട്ടുന്നത് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി അവിടെ തുടങ്ങി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇനി സ്റ്റോറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്തു വന്നു. നമ്മളിവിടെ ചെയ്യാൻ പോണത് ഞാനിവിടെ സബ്സ്ട്രിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ സബ്സ്ട്രിങ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സബ്സ്ട്രിങ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐ തുടങ്ങി അതായത് ഇപ്പൊ ഐ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 2 തുടങ്ങി 6 വരെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 7 ആണ് അവിടെ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ 6 2 തുടങ്ങി 7 എന്ന് പറയുമ്പോൾ 2 തുടങ്ങി 6 വരെയും കട്ട് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്സ്ട്രിങ്ങിൽ രണ്ടെണ്ണം യൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പൊസിഷന് തൊട്ട് മുമ്പ് വരെയും കട്ട് ചെയ്യുന്നു. അപ്പൊ 2 തുടങ്ങി 6 വരെ അതായത് OUBLE എന്നുള്ളത് S1 സ്റ്റോർ ആവും. ഇനി നമുക്ക് S2 സ്റ്റോർ ആവണത് ഇവിടെ വന്നിട്ട് 0 തുടങ്ങി ഐ വരെ പറഞ്ഞേക്കുന്നത്. അപ്പം 0 തുടങ്ങി ഐ എന്ന് പറയുമ്പോൾ 0 തുടങ്ങി 2 വരെ. അപ്പൊ 0യും 1ഉം കട്ടായി TR S2 സ്റ്റോർ ആവും. S1 OUBLE എന്നുള്ളതും സ്റ്റോർ ആവും. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോണത് നെക്സ്റ്റ് പ്രിന്റിങ് എങ്ങനെയാണെന്ന്. നമുക്ക് പ്രിന്റ് ചെയ്യണേക്കുമ്പോൾ നമ്മളൊരു ഹെഡിങ് കൊടുത്തു. ഇതെന്താണ് ആഫ്റ്റർ ദ എന്താ പിഗ് ലാറ്റിൻ ഫോം വാട്ട്സ് ഔട്ട്പുട്ട് എന്നുള്ളത് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുത്തു. മെസ്സേജ് പ്രിന്റ് സിസ്റ്റം.ഔട്ട്പുട്ട് പ്രിന്റ് എല്ലാം കൊടുത്തു. ഇനി അത് ആഡ് ചെയ്യണം നമുക്ക് അല്ലെ. നമുക്ക് കിട്ടിയേക്കുന്നത് എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ S1 സ്റ്റോർ ചെയ്തേക്കുന്നത് വവ്വൽ തുടങ്ങി ലാസ്റ്റ് വരെ. അപ്പൊ S1 പ്ലസ് S2 സ്റ്റോർ ചെയ്തേക്കുന്നത് ഫസ്റ്റ് തുടങ്ങി വവ്വൽ വരെ അത് പ്ലസ് അത് S2 പ്ലസ് AY എന്നുള്ളത് നമ്മൾ ഇൻവേർട്ടഡ് കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമിലെ ക്യാരക്ടേഴ്സ് കൊടുത്തു. അപ്പം അത്രയും കിട്ടിക്കഴിഞ്ഞാലേ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ S1ഉം S2ഉം S3യും കൂടി നോട്ട് S3 S1 S2 പ്ലസ് AY എന്നുള്ള ക്യാരക്ടേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിഗ് ലാറ്റിൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത S3 കിട്ടും. ഓക്കെ, S3 ഇനി പ്രിന്റ് ചെയ്താൽ മതി. അത്ര വരെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോമിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പിഗ് ലാറ്റിൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, അപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്തത് വവ്വൽ കണ്ടുപിടിച്ചു ലാസ്റ്റ് വരെയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വവ്വലിന് ഫസ്റ്റ് തുടങ്ങി വവ്വൽ വരെയും കട്ട് ചെയ്തു. അങ്ങനെ 2 സ്ട്രിങ്ങിലായിട്ട് സ്റ്റോർ ചെയ്തു. AY ആഡ് ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പിഗ് ലാറ്റിൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു വേർഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഫോമാറ്റ് തന്നാലും വേറൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിനൊരു ഫോമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം സ്ട്രിങ്ങിന്റെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ടിംഗ് ഒക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആ ഇൻഡെക്സ് നമ്പർ നോക്കി പഠിക്കുക. ലെങ്ത് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. എല്ലാ ഫംഗ്ഷൻസും കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പം ഈസിയാന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ പ്രോഗ്രാം ക്വസ്റ്റ്യൻ സഹിതം ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക, എന്നിട്ട് ചെയ്ത് പഠിക്കുക നന്നായിട്ട്. ഇതൊരു നല്ല പ്രോഗ്രാമാണ്. ICSE ബോർഡ് എക്സാമിന് വന്നൊരു പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും പ്രോഗ്രാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറിയാവുന്നവരാണെങ്കിൽ നന്നായി ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അറിയാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ബോർഡ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യണവർക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇത് മനസ്സിലാക്കി പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, നേരത്തെ ഫങ്ഷൻസ് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും പുതിയ വീഡിയോസിൻ്റെ. കൂടാതെ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, let's continue with the next video. Okay, thank you.